ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിവിനെ കുറിച്ചിട്ടാണ്. ഒരു ലൈവ് അപ്ഡേഷനോ അല്ലെങ്കിൽ പ്രൊമോ അപ്ഡേഷനോ അല്ല. നിവിൻ എന്ന മത്സരാർത്ഥി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ചെറ്റത്തരങ്ങൾ എന്ന് പറയണോ, കൺഫ്യൂഷനാണ്. നമുക്ക് ഒറ്റയടിക്ക് പറയാമല്ലേ, ചെറ്റത്തരം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു മത്സരാർത്ഥി നമുക്കറിയാം വന്ന അന്ന് മുതൽ തന്നെ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരെ ഇംപ്രസ് ആക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇഷ്ടം നേടാനൊക്കെ ആയിട്ട് ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ഫുഡൊക്കെ അടിച്ചു മാറ്റി നൈറ്റ് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എന്താ പറയുക, വളരെ ആസ്വദിച്ച് കഴിക്കുന്ന നിവിനെ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസ് നിവിൻ എന്ന മത്സരാർത്ഥിയെ പരിചയപ്പെടുന്നത് അല്ലേ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോഴും നിവിൻ ആ, എല്ലാ ഗെയിമിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണോ? അല്ല. നിവിൻ പലപ്പോഴും ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഇന്ന് ഒരാളുടെ ഒപ്പം നിന്നിട്ട് ആ ആളെ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുക അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. ശരിക്കും ഇത്രയും നാളത്തെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഒട്ടും സംശയമില്ല, നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെ ഒരു മത്സരാർത്ഥി ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റർടൈനർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് എൻ്റർടൈനറാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്? മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പുച്ഛമാണ് എനിക്ക് അവരോടൊക്കെ തോന്നിയിട്ടുള്ളത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 2-3 ദിവസം ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അവർക്ക് കിട്ടിയതിന് ശേഷം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതിന് തുല്യമായി ഒരവസ്ഥയാണ്. ഇവരുടെ ഉള്ളിലോട്ടുള്ള എല്ലാ സംഭവങ്ങളും പുറത്തോട്ട് ചാടിയത് ഈ ക്യാപ്റ്റൻസി വഴിയാണ്. ഇത്രയും നാൾ ഫുഡ് കറക്റ്റ് സമയത്ത് കൊടുക്കുമ്പോൾ അത് വിളമ്പണ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ദേഷ്യം, മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ അത് അടുക്കളയിൽ കയറുമ്പോൾ ഇന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇവർ മനുഷ്യത്വം ഇല്ലാത്തവരാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അന്നേരം നിന്ന് വർക്ക് ചെയ്യുന്നവരെ അവരെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ബുള്ളി ചെയ്ത് ജയിലിൽ കൊണ്ടടച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇവർ 3 പേരും ചെയ്ത് കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. കിച്ചണിൽ കയറി കട്ടെടുത്ത് തിന്നുക, ഇതുപോലെ പല പ്രവൃത്തികളും. പക്ഷേ ഇന്ന് ഇവർ കിച്ചൺ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഫുഡ് നല്ല രീതിയിൽ ഇവർ കൊടുക്കുന്നുണ്ടോ? ഇവർ അടിച്ചു മാറ്റാതെ മറ്റുള്ളവരുടെ വിശപ്പിന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ തന്നെ ചരിത്രത്തിലായിരിക്കും 2 നേരം മാത്രം ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർക്ക് കണ്ടസ്റ്റൻസിന്. ഒട്ടും കോർഡിനേഷൻ ഇല്ലാതെ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരെ പോലും വില വെക്കാതെയാണ് പലപ്പോഴും ഈ മത്സരാർത്ഥികൾ അവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് നിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവിൻ ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെ വല്ലാതെ അങ്ങ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നിവിൻ ചെയ്യുന്ന പല പ്രവൃത്തികളും സൺഡേ സാറ്റർഡേ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ചിരിച്ച് കളിച്ചെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാ എപ്പിസോഡും നമുക്കറിയാം. ലാലേട്ടൻ്റെ മുന്നിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നതിനുള്ള ടോൺ അല്ലെങ്കിൽ ചില പ്രവൃത്തികളൊക്കെ നമുക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട്. നിവിൻ ചെയ്യുന്ന പല പ്രവൃത്തികളും ബിഗ് ബോസും കണ്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ 2-3 ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളെ നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യുക, അയാളെ ഉപദ്രവിക്കുക. അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ ഏറ്റവും മോശപ്പെട്ട രീതിയിനകത്ത് അയാളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിവിൻ ഈ 2-3 ദിവസം മാറിക്കൊണ്ടിരിക്കുന്നത്. അനുവിനെ വെസലിലിട്ടിട്ട് ഇവർ കിച്ചണിനകത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ എണ്ണം വളരെയധികം കൂട്ടി മാക്സിമം വെസൽ കൊടുത്ത് കഴിയിപ്പിക്കാൻ നോക്കുന്നു. അനു കിടന്നുറങ്ങുന്നിടത്ത് വെള്ളം കോരി ഒഴിക്കുന്നു. ആ കിടന്നുറങ്ങുന്ന ബെഡിൽ കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നു. അതിനുള്ള ഇൻസിഡൻറ്റോ പീരിയഡ്സ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരാളുടെ അടുത്ത്, പെയിനായിട്ട് ഗെയിം കളിച്ച് പെയിനായിട്ട് വന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് അയാൾ ഉറങ്ങുകയല്ല, ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മുഖത്ത് കൊണ്ട് വെള്ളം ഒഴിക്കുക, എഴുന്നേക്കുന്നവന് വെള്ളം ഒഴിക്കുക. അതായത് ആ ബെഡിൽ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനായിട്ടല്ല. അതും പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിൽ അവിടെ അനുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ചെകിട്ടത്തൊന്ന് കൊടുത്തിട്ട് ഇറങ്ങിപ്പോരും. ഇത്രയൊക്കെ ക്ഷമ അവിടെ നിൽക്കുന്ന അനിമോൾക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അതിശയം. കാരണം പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഒരാൾ അനുഭവിക്കുന്ന പെയിൻ ആ സമയത്ത് ഇതുപോലത്തെ ഇറിറ്റേഷനെ കാണിച്ച സത്യമായിട്ടും ആ മഗ് എടുത്തോണ്ട് തല അടിച്ച് പൊട്ടിക്കണ്ടാണ്. അതൊന്നും ഇല്ലാണ്ട് ആ വെള്ളം മാത്രം കുടഞ്ഞു വെച്ചാൽ അവൻ്റെ ആയുസ് അത്ര ഉള്ളതുകൊണ്ട് സീരിയസ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണോ?
ഇതിനെല്ലാം നമുക്ക് ഗെയിമിൻ്റെ പ്രോസ്പെക്റ്റീവ്സിൽ മാത്രം എടുക്കാൻ പറ്റുമോ? ഇത് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുമോ? കുറേ പേരുകെട്ട റിവ്യൂസൊക്കെ പറയുന്നത് കേട്ടു ഇതൊക്കെ ഫണ്ണല്ലേ, ഇതിന് ആ രീതിയിലല്ലേ എടുക്കേണ്ടുള്ളൂ, ആദിൽ ചെയ്തപ്പോൾ ഇതല്ലേ, നിവിൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് മാറി? വ്യത്യാസമുണ്ട്. ഒരാൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അയാളുടെ മേത്ത് പിന്നെ തൊടാനുള്ള അവകാശമില്ല. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലോട്ട് വരുന്നാലും ഇതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടായിരുന്നു. അതായത് പാത്രത്തിനകത്ത് അങ്ങനെ പൊടി കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ആ സമയത്ത് വെസൽ ടീം കഴുകി വെച്ച പാത്രം രണ്ടാമത് കഴുകിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു. കാരണം അനുമോളെ കൊണ്ട് കഴുകിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കും എന്നുള്ള വാശി, അവിടെ പേഴ്സണൽ ഈഗോ ആണ് വർക്കൗട്ട് ചെയ്തത്. അനു അതിനോട്ട് സമ്മതിച്ചില്ല. അതെന്തായാലും നന്നായി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിലോട്ടാണ് ഷാനവാസ് വന്ന് കീറുന്നത്. പാലിൻ്റെ കവറ് എടുത്ത് കൊടയല്ല ചെയ്തേ, 1 ലിറ്റർ വരുന്ന പാലിൻ്റെ കവറ് എടുത്ത് മേത്തോട്ട് ഫോഴ്സ് ചെയ്ത് എറിയുക ചെയ്തേ, നെഞ്ചിൻ്റെ ഭാഗത്തോട്ട്. അത് വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നു, പാല് കുറച്ചിട്ടുണ്ട്, പാലിൻ്റെ കവർ വീണാൽ ഒന്നും പറ്റില്ല, അത് പേപ്പർ കവറല്ലെന്ന്. ഒരാൾ അയാളുടെ ശക്തി ഉപയോഗിച്ചിട്ട് മാക്സിമം സ്പീഡിനകത്ത് ഒരാളുടെ നെഞ്ചത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ എടുക്കും, അത് ഉറപ്പാണ്. അതിനകത്ത് വേറെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഭ്രാന്തമായിട്ട് കാണിക്കുന്ന, അതിന് മുന്നത്തെ ദിവസം അനുവിൻ്റെ എന്താ പറയുക പേഴ്സണൽ ഐറ്റംസ് എടുത്ത് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് നാടകം കളിച്ചിട്ട് ഇവനെ കണ്ടായിരുന്നു. ആഹാരത്തിൻ്റെ പേരിനകത്ത് ആ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് അത്രയും ഇറിറ്റേറ്റ് ചെയ്ത് അനുവിൻ്റെ ബെഡിൽ കയറി അനുവിൻ്റെ പെർഫ്യൂംസ് എടുത്ത് പുറത്തോട്ട് എറിയുമെന്ന് പറഞ്ഞ ഒരു നിവിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു ക്യാരക്ടറുള്ള ഒരാൾക്ക് ബിഗ് ബോസ് എന്ന ഷോയിനകത്തോ അല്ലെങ്കിൽ ആ ഹൗസിനകത്തോ തുടരാനായിട്ടുള്ള ഓരോ റൈറ്റ്സും ബിഗ് ബോസ് കൊടുക്കരുത്. കാരണം ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഈ പാലിൻ്റെ സ്ഥാനത്ത് അവിടെ വേറെ ഉള്ളൊരു സാധനം ആയിരുന്നെങ്കിൽ, ഷാനവാസിൻ്റെ നേരെ എറിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കത്തി ഇരിപ്പുണ്ട്, ഇയാൾ ഇത്രയും അഗ്രസീവ് ആവുന്ന ഒരാളെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ കണ്ടസ്റ്റൻസിനെ അവിടെ നിർത്താൻ പറ്റുക? അവരുടെ വീട്ടുകാർ എത്ര സമാധാനത്തോടെ അവിടെ ഇരിക്കും? എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിവിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റു കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാർക്ക്, അവരിഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ബിഗ് ബോസ് എന്ന ഷോ. ഇത്ര മെൻ്റലി ഫിറ്റ് അല്ലാത്ത ഒരാളാണ്. അയാൾക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്, ഏത് രീതിയിലാണ് ആ വ്യക്തിയോട് കൈകാര്യം ചെയ്യുന്നതെന്നും അയാൾക്ക് ബോധമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ബോധത്തോടെ ചെയ്യുന്നത്. 2.5 കിട്ടാത്തതിൻ്റെ കുറവ് തന്നെയാണ്. ഇതുപോലെ ചെറ്റത്തരം കാണിച്ച റോക്കിനെ പോലെ എടുത്തിട്ട് അലക്കി വിടണം. ഇറങ്ങിപ്പോന്നാലും കുഴപ്പമില്ല. 50 അല്ല 1 കോടി രൂപയുടെ ഷോയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരാളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അടിച്ചിറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം. എന്തായാലും ആ മറ്റു മത്സരാർത്ഥികൾക്ക്, അതായത് നിവിൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിവിൻ കാണുന്ന ആൾക്കാർക്ക് നല്ല ക്ഷമയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിവിൻ അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.